ഹലോ ഫ്രണ്ട്സ്, ഇതുപോലത്തെ ബോട്ടിലിൻ്റെ അടപ്പുകളുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ മൂർച്ചയില്ലാത്ത കത്തികളുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മൂർച്ചയാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് യൂസ്ഫുൾ ആയുള്ള ടിപ്സുകളും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. നമ്മൾ ഗ്യാസ് സ്റ്റവിന് മുകളിൽ വെക്കുന്ന ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളുടെ ആ തീ തട്ടിയിട്ടുള്ള താഴ്ഭാഗത്ത് ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഈ കറ പിടിച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഒരു സോപ്പിൻ്റെ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കാതെയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തുന്നില്ല. പൊടിയുപ്പ് മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വേണ്ടത് നമുക്കൊരു ലെമണിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര കുറച്ചൊരു കറിയല്ലേ ഉള്ളൂ, അപ്പോൾ അത് കാരണം ഒരു ചെറിയൊരു പീസ് മതിയാവും. എന്നിട്ട് ഈ ലെമണിൻ്റെ പീസ് വെച്ചിട്ട് ഈ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കുന്ന സമയത്ത്, അപ്പോൾ ഉരച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ചെറുതായിട്ട് അതിൻ്റെ കറ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഈ ലെമണിൻ്റെ ഇത് കാരണം ഉപ്പും ചേർന്നിട്ട് നല്ലതുപോലെ ആ കറ ഇളകി തുടങ്ങും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ മുഴുവനായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ കറയെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ സോപ്പ് ലിക്വിഡ് ഒഴിച്ചിട്ടില്ല, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ ലെമണിൻ്റെയും ഉപ്പിൻ്റെയും ഒരു ഇതിലാണ് ഇത് കംപ്ലീറ്റ് നമ്മൾ കറ കളഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളായാലും ശരി, അലുമിനിയത്തിൻ്റെ പാത്രങ്ങളാണെങ്കിലും ഇതുപോലെ കറ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. എണ്ണക്കറ വരെ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോയി കിട്ടും. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. ഇതുപോലത്തെ വെളുത്തുള്ളി നമ്മൾ പെട്ടെന്ന് അതിൻ്റെ തൊലി കളയാനായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നടുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് കമിഴത്തിൽ 2 തട്ട് തട്ടുമ്പോൾ നമ്മൾ അതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് ആ വെളുത്തുള്ളിയിലെ തൊലി നമുക്ക് നീക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ അതിൻ്റെ തൊലി ഇല്ലാണ്ടാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം. നമ്മളിതുപോലെ കയ്പങ്ങ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് വേവിച്ച് കഴിഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കുമല്ലോ. അപ്പോൾ ഈ കയ്പ്പ് നമുക്ക് പെട്ടെന്ന് കുറയ്ക്കുന്നതിനുള്ള ഒരു ചെറിയൊരു സൂത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, എന്നാലും അറിയാത്തവർക്കായിട്ട് പറയണം. അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പൊടിയുപ്പ് ഇതുപോലെ വിതറി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 ടീസ്പൂണോളം അളവിൽ പൊടിയുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കയ്പയ്ക്ക് ഉപ്പും കൂടി നല്ലതുപോലെ അമർത്തി തിരുമ്മി വയ്ക്കുക. എന്നിട്ടൊരു 15 മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് അമർത്തുന്ന സമയത്ത് അതിലുള്ള കയ്പെല്ലാം ഈ ഉപ്പിലേക്ക് ഇറങ്ങിയിട്ട് ഉപ്പും കയ്പയ്ക്കയുടെ നീരെല്ലാം കൂടി ആ കയ്പ് മുഴുവനും നമുക്ക് ഈ നീരായിട്ട് വരും കേട്ടോ. അപ്പോൾ അതങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പേരിയോ കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല കേട്ടോ. ഈ കയ്പയ്ക്ക കണ്ടോ, അതൊന്ന് പിഴിഞ്ഞെടുത്തുള്ള ചാറാണിത്. കണ്ടോ, നല്ലതുപോലെ കയ്പ് ഈ വെള്ളത്തിനുണ്ട്. ഇഞ്ചിയുടെ തൊലി പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുത്താൽ മതി കേട്ടോ. ഈ സ്പൂൺ എടുത്ത് നമ്മൾ കത്തി വെച്ചിട്ട് ചുരണ്ടുന്നതിനെക്കാട്ടിലും ഏറെ ഈസിയാണ്. ഇതുപോലെ ഒന്ന് ചുരണ്ടുമ്പോൾ കംപ്ലീറ്റ് അതിന് മുകളിലുള്ള സ്കിന്ന് നമുക്ക് റിമൂവ് ആയി കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന കത്തി നല്ല ഷാർപ്പാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ 2 അടപ്പുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കോളേൻ്റെ 2 അടപ്പുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ചെറിയ സ്റ്റിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ മുളയുടെ സ്റ്റിക്കാണ്. പിന്നെ അതേപോലെ തന്നെ 2 നെട്ടും ബോൾട്ടും വേണം. ഈ 2 കുപ്പീൻ്റെ മൂടീൻ്റെ സെൻറ്ററിൽ നമുക്കിങ്ങനെ ചെറിയ 2 ഹോൾ ഇട്ട് കൊടുക്കാം. അത് ഈ ഹോൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന സ്ക്രൂ കറക്റ്റായിട്ട് അതിനകത്തേക്ക് കൊള്ളുന്ന രീതിയിലായിരിക്കണം. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ടൈറ്റ് ആയി പോവുകയും ചെയ്യരുത്. എന്നിട്ട് ഈ സ്റ്റിക്കിന് മുകളിൽ ഇങ്ങനെ വെച്ച് നോക്കുക. ഏകദേശം എത്ര സ്പേസ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഹോളിട്ട ഭാഗമല്ലേ, ആ ഹോളിട്ട ഭാഗത്ത് അതേ അളവിൽ തന്നെ നമുക്ക് ഈ സ്റ്റിക്കിലും ഹോളിട്ട് കൊടുക്കണം. ഇത് കണ്ടപ്പോൾ ഇപ്പോൾ ഒരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോളിട്ട് കൊടുത്തു. ഇനി അതിൻ്റെ തൊട്ടടുത്തിട്ട് ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത ഭാഗത്തും കൂടി ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടത് ഹോളിട്ട് കൊടുത്തതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇരുമ്പിൻ്റെ കമ്പി നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം വെച്ച് കൊടുത്തപ്പോൾ നല്ല ഉണങ്ങിയിട്ടുള്ള സ്റ്റിക്കല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ഓട്ടയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സാൻഡിൻ്റെ പേപ്പറാണ്. ഈ സാൻഡിൻ്റെ പേപ്പർ നൈസായിട്ടുള്ളതാണ് കേട്ടോ എടുക്കേണ്ടത്, റഫായിട്ടുള്ള എടുക്കരുത്. നമ്മൾ ഈ വുഡിൻ്റെ ഫർണിച്ചറൊക്കെ ഉരയ്ക്കാനായിട്ട് എടുക്കില്ലേ, അത്രയും നൈസായിട്ടുള്ള എടുത്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസേ നമുക്ക് വേണ്ട കേട്ടോ. ഒത്തിരി വലിയ പീസൊന്നും വേണ്ട, ഒരു കുഞ്ഞു പീസ്.
അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. അത് ഇത്രയും നീളത്തിലുള്ളൊരു പീസ് എടുത്താൽ തന്നെ നമുക്ക് ഒരുപാടുണ്ടാവും. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബോട്ടിലിൻ്റെ മുടിയിലേക്ക് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് കൂടുതൽ വീതി വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കറക്റ്റ് അളവിന് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ മുറിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ അതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ആ ബോട്ടിലിന് ചുറ്റും ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 2 ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഇതുപോലെ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പേപ്പറിൽ വെച്ചത് കാരണമാണ് കേട്ടോ, ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ച് പേപ്പറിൽ വെച്ചത് കാരണമാണ് ഇതിൻ്റെ സൈഡിൽ പേപ്പർ പിടിച്ചതുകൊണ്ടാണ് കേട്ടോ അവിടെ ഒരു വൈറ്റ് കളറിലായിട്ട് കാണുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സ്റ്റിക്കിലേക്ക് ഇതുപോലെ സ്ക്രൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബോട്ടിലിൻ്റെ അടപ്പ് ഇട്ട് വെച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നെറ്റ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ഹോളിൽ കൂടി നമ്മൾ ഇത് സ്ക്രൂ വയ്ക്കുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മുകളിൽ തന്നെ നമ്മൾ അതിൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റ് നമ്മൾ കറക്റ്റ് അളവിന് നമ്മളിത് ഹോളിട്ട് കൊടുത്ത് അതിൽ സെറ്റാക്കുകയാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാട് ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പോൾ കണ്ടോ, ഇത് 2 ഞാൻ ഇതുപോലെ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കത്തീനെ എങ്ങനെ ഷാർപ്പ് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ 2 കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഷാർപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കയ്യിലും പിടിച്ചിട്ടുണ്ട്, കത്തി മറ്റൊരു കയ്യിലും പിടിച്ചിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന നമ്മൾ പച്ചക്കറിയൊക്കെ എങ്ങനെ കട്ട് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് കത്തിയുടെ 2 സൈഡിൽ നിന്നും നമുക്ക് ഷാർപ്പ് ചെയ്ത് വരും. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്കിത് ഒന്ന് നിലത്ത് വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടതിന് ശേഷം ഇങ്ങനെ നമ്മളിപ്പോൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ആ രീതിയിൽ ഇങ്ങനെ മൂവ്മെൻറ്റ്സ് കൊടുത്താൽ മതി. അപ്പോഴും 2 സൈഡിൽ നിന്ന് ഷാർപ്പായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് കത്തി ഷാർപ്പാക്കാൻ അറിയാത്ത എത്ര പേരുണ്ടാവും, ഷാർപ്പാക്കാൻ പേടിയുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കത്തി ഷാർപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഷാർപ്പ് ചെയ്തിട്ടുള്ള കത്തി എങ്ങനെയാണ് അത് വർക്കാവുന്ന കൂടി നോക്കാം. അത്രയും ഷാർപ്പായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഒരുപാട് തവണ ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡിൽ പേപ്പർ ഒന്ന് മാറ്റിയിട്ട് മറ്റൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.